പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അതിരാവിലെ തന്നെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ഒരു പുതിയ ദിവസം തുടങ്ങുവാൻ നമുക്ക് അവസരം തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം മർക്കോസിൻ്റെ പുസ്തകം 5-ാം അധ്യായം 28-ാം തിരുവചനം. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. യേശുവിൻ്റെ പിന്നാലെ പോയ രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിശ്വാസത്തെക്കുറിച്ചാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ലോകം മുഴുവനും അവളെ സൗഖ്യപ്പെടുത്താൻ പറ്റില്ല എന്ന് തള്ളിക്കളഞ്ഞപ്പോൾ തൻ്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ മതി, ഞാൻ സൗഖ്യം പ്രാപിക്കും എന്ന ഉറച്ച വിശ്വാസത്തിൽ അവൾ സ്പർശിക്കുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. നമ്മൾ ലോകം മുഴുവനും ഓടി നടക്കുക ദൈവത്തെ അന്വേഷിച്ച്. ഈശോ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിൻ്റെ തൊട്ടടുത്തുണ്ട്, നിൻ്റെ ദേവാലയത്തിൽ ഞാനുണ്ട്, നിൻ്റെ ശരീരമാകുന്ന ദേവാലയത്തിൽ ഞാൻ വസിക്കുന്നുണ്ട്. മക്കളെ, ഈ നിമിഷം നമ്മുടെ കരങ്ങൾ നീട്ടിക്കൊണ്ട് നിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന യേശുവിനെ ഒന്ന് തൊട്ട് ഒന്ന് പറഞ്ഞേ, എൻ്റെ ഈശോയെ, എനിക്ക് നിന്നെ ഒന്ന് തൊടണം, നീ എൻ്റെ കൈയൊന്ന് പിടിക്കണം, നീ എൻ്റെ കൈയെ തൊടുമ്പോൾ ഞാനത് അനുഭവിക്കണം, എൻ്റെ വിശ്വാസം വർദ്ധിക്കണം, എന്നെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും എൻ്റെ വീട്ടിൽ നിന്നും, എൻ്റെ ഹൃദയത്തിൽ നിന്നും, എൻ്റെ സ്ഥാപനത്തിൽ നിന്നും, മക്കളിൽ നിന്നും എല്ലാം വിട്ടുമാറണം. കാരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ രക്ഷകൻ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോയെയാണ് ഞാൻ തൊടുന്നത്. ഈശോയാണ് എൻ്റെ കൈ പിടിക്കുന്നത്. ഈശോയെ നേടിയാൽ ലോകം മുഴുവനും നിങ്ങളുടെ പുറകെ വരും. ഈശോ നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ അവൻ്റെ മുഖം തേജസ്സുറ്റതായി മാറിയതുപോലെ നിങ്ങളുടെ മുഖവും തേജസ്സുറ്റതായി മാറും. ദൈവമഹത്വം നിങ്ങൾ ദർശിക്കും. വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. ദൈവം ഇന്ന് നിന്നെ തൊടും. ഈശോ നിന്നെ തൊടും. നീ വചനം ആമേൻ ചൊല്ലി സ്വീകരിച്ച് നീ പ്രാർത്ഥിക്കുന്ന നിമിഷം ഇന്ന് തന്നെ ഈശോ നിന്നെ തൊടും. നിൻ്റെ പ്രശ്നങ്ങൾ നിന്നെ വിട്ടുമാറും. അസാധ്യമെന്ന് ലോകം പറഞ്ഞതൊക്കെ ഇന്ന് സാധ്യമാക്കി ദൈവം തരും. വിശ്വസിക്കുക. നീ വിശ്വസിച്ചാൽ നിൻ്റെ മുന്നിലുള്ള മലയോട് കടലിൽ പോയി വീഴുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിനെ നിൻ്റെ രക്ഷകനും നാഥനും ദൈവവുമായി നീ ഏറ്റെടുത്ത് വിശ്വസിച്ചാൽ ഇന്ന് ഈശോ നിന്നെ കൈപിടിക്കും.
ഒരിക്കലും പിന്നെ ആ കൈ വിടില്ല. ഒന്ന് കൈ നീട്ടിക്ക്, നീ അനുഭവിക്കും നിൻ്റെ കയ്യിൽ ഈശോ പിടിക്കുന്നത്. നിനക്ക് സന്തോഷമുണ്ടാകും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും ഇന്നും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ നമ്മളെ ഏൽപ്പിച്ച ദൗത്യത്തിൻ്റെ ഭാഗമായി ഈ നിമിഷം ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും നമ്മുടെ വചനപീഠത്തിൻ്റെ സമീപത്തേക്ക് കൊണ്ടുവരാം. ഈശോ അവരെയും തൊടട്ടെ. ഈശോയുടെ സുവിശേഷം അവരിലേക്കും എത്തട്ടെ. നിങ്ങൾ വഴി ആ സുവിശേഷം ലോകമക്കളിലേക്ക് നിറയട്ടെ. അങ്ങനെ നമ്മളൊരു ഇവാഞ്ചലൈസേഷൻ ചെയ്യുവാൻ തുടങ്ങട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ടൊന്ന് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.